അപ്പുറക്കട്ട് ഓ ഇത് നമ്മളെ മുത്താണ്. രാവിലെ തന്നെ തമ്മിലിടിയണ്ട് അങ്ങ് രസിക്കുകയാണ്. ഇത് കണ്ടോ ടൈസന്റെ അറ്റാക്ക്? എതിരാളി ആളാണെങ്കിലും നോക്കൂല അയാള്. ലെഫ്റ്റ് ഹാൻഡർ ആണ്. അയൺ മൈക്ക് എന്നാണ് വിളിക്കുന്നത്. മോളെ നീയേ ഈ ചായയൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചായയും പഴമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വല്ലപ്പോഴൊക്കെ ചായയൊക്കെ കുടിക്കാം. പിന്നെ പാല് കുടിച്ചു മടുത്തു. ഈ പഴം ഞാൻ രാവിലെ കഴിക്കുന്നതല്ല. പിങ്കി പോയോ? ഓ അവള് പോയല്ല. അവൾക്ക് എക്സാം വരെയല്ലേ. കമ്പയർ സ്റ്റഡി നടത്താൻ പോയി. വീണ്ടും തുടങ്ങി. കുറെ ദിവസമായി. വേണ്ടെന്ന് വെക്കും തോറും നോക്കിക്കോ. ഒരു കേസ് കൂടെ വന്നാലും സാരമില്ല. മണിക്കൂർ ഞാൻ വിളിക്കാൻ പോകാത്തത്. അയ്യോ ഇപ്പൊ എന്ത് പറ്റി? അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻപിള്ളിയും ഭാര്യ ഉണ്ടല്ലോ, വീണ്ടും തുടങ്ങി. ഇപ്പൊ എന്താ പ്രശ്നം? ഈ മഴ പെയ്ത് വീടിന്റെ വെള്ളം ഉണ്ടല്ലോ, മതിലിന്റെ വിടവി കൂടെ അവരെ പൊരയിടത്തിൽ പോണെന്ന്. ആ വിടവ് നമ്മൾ വേണമെന്ന് ചൊണ്ടാക്കി വെച്ചതാണെന്ന്. അന്ന് അത്യാവശ്യത്തിന് ഒരു മരം മുറിച്ചു കൊടുത്തു. 2 മരത്തിന്റെ ചില്ലകളും വെട്ടി. ഇപ്പൊ അടുത്ത പണിയായിട്ട് വരികയാണ്. നമ്മുടെ നാട്ടിലെ നല്ല നല്ല പോലീസുകാരെ പറയിപ്പിക്കാൻ ഇതുപോലത്തെ ഒരെണ്ണം മതിയല്ലോ. അങ്ങേര് കള്ളു കുടിച്ചോണ്ട് സ്റ്റേഷനിൽ പോയിട്ടെ സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി. സ്റ്റെല്ല ചേച്ചി നീ വല്ല അവരും ഇവരും പറഞ്ഞ കേട്ടോ നിക്കല്ലേ മണി. അവസാനം ഈ സ്റ്റെല്ല ചേച്ചി നമുക്കെതിരാവില്ലെന്ന് ആര് പറഞ്ഞു? സ്റ്റെല്ല ചേച്ചി പാവമാണ്. ആ പോലീസുകാരന്റെ ഭാര്യ ഉണ്ടല്ലോ മിനി, പോലീസുകാരനെക്കാളും വൃത്തിയിട്ടവളാണ്. ഇടയ്ക്ക് ഞാൻ ആ മതിലിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോ എന്തൊക്കെ അനാവശ്യം വിളിച്ചു പറയുന്നറിയൂ. എന്തോ നമ്മ പറയണ? ഞാൻ കെട്ടിലമ്മയാണ്, കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണ്, എനിക്ക് പണത്തിന്റെ ഹുങ്കാണ്, പിന്നെ ഞാൻ ഇങ്ങനെ അടിമയെ പോലെയാണ് ഇട്ടേക്കണത്. പിന്നെ ചിലതൊക്കെ പറയും, അതൊന്നും പറയാൻ കൊള്ളൂല, കേട്ടാ അറയ്ക്കും. നീ പറയണ്ട. ഞാൻ പറഞ്ഞില്ല. നീ പറയണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറയണില്ലല്ലോ. അതെ പറയണ്ടെന്ന്. പറയാൻ പോണില്ലെന്ന്. നീ പറയണ്ടെന്ന്. മിക്കവാറും മണിക്കുട്ട മാമനെ വിളിക്കേണ്ടി വരും. ഓരോന്ന് തീരുമ്പോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരിക. ആ മൈക്ക് ടൈസൺ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ASI ചന്ദ്രൻപിള്ള ഇടിച്ചു റൊട്ടിയാക്കിയത്. എല്ലാത്തിന്റെ മനസ്സിലും ക്രൂരത തന്നെ. ഈ പച്ച കുരുമുളക് അരച്ച് മൊത്തി വറ്റിച്ചത്, അതുപോലെ തന്നെ രസം, അമ്മ ഉണ്ടാക്കുന്ന നാടൻ ആഹാരമൊക്കെ കഴിക്കാൻ എന്ത് കൊതിയാവുന്നു. ഉടൻ തന്നെ വീട്ടിലോട്ടൊന്ന് പോണം. ഒന്നിങ്ങോട്ട് നോക്കിയേ. നോക്കി. അയ്യോ ഇങ്ങനെ നോക്കാനല്ല പറഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അടുത്തടുത്ത് കിടന്നിട്ട് ഇങ്ങനെ ബഹളവും വഴക്കും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അയ്യോ ഞങ്ങൾക്കും അങ്ങനെ താല്പര്യമില്ല. നിങ്ങൾ എന്താ വന്നത്? വരണോന്ന് വിചാരിച്ചതല്ല. നിങ്ങൾക്കറിയാലോ എന്റെ ഭർത്താവ് ഇത്രയും നാൾ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത നല്ല അന്തസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ടെന്ന്. പക്ഷെ വരാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. വന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വേണ്ട, നിങ്ങൾ എന്നോട് കാര്യം പറയണം. എന്താണ്? ഞാൻ കുറെ പണക്കാരെ കണ്ട ആളാണ്. അത് മാത്രല്ല ഞാനാണേലും അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച ആളുമാണ്. ആയിക്കോട്ടെ. എന്തോ പ്രശ്നം? പണി നീ മിണ്ടാരി. പെങ്ങൾ പറ. കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ പണവും പ്രതാപവും ആഠ്യത്വവും ആഡംബരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. മര്യാദ വേണം, മര്യാദ. മര്യാദ ആർക്ക് വേണമെന്ന്? ഞാനായിട്ട് ആർക്കും ഒരു പ്രശ്നത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ആളല്ല. പക്ഷെ ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഞാൻ ആ മതിലിന്റെ അവിടെയോ ഗേറ്റിന്റെ അവിടെയൊക്കെ നിൽക്കുമ്പോ ഉണ്ടല്ലോ ഈ സ്ത്രീ നിങ്ങളുടെ ഭാര്യ വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നേ. നിങ്ങൾ കള്ളം പറയില്ലേ? നിങ്ങളല്ലേ പല കാര്യങ്ങളും ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് നടക്കുകയാണ്. ക്ഷമിക്കാൻ അതിരുണ്ട്. ഈ സ്ത്രീ മിനി, നീ ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തിയിട്ട് ഒരു കാര്യമില്ല. വിവരമുള്ള ആളുകളോടാണെങ്കിൽ കാര്യം പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. ചന്ദ്ര സാറേ എന്താണിത്? അന്ന് നടന്നു നടന്നെന്നാ. പിന്നെ നിങ്ങൾ ഈ 25,000 കുണുവ തന്നിട്ടൊന്നുമല്ല ചന്ദ്രൻപിള്ള കേസ് പിൻവലിച്ചത്. പിന്നെ അയൽവക്കക്കാരല്ലേ വെറുതെ ഒരു കശപിച്ച വേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു. അത് വിചാരിച്ചു തന്നെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി മരം മുറിച്ചെന്നോ ഞങ്ങള്? അല്ല ഇവിടുത്തെ മറ്റേ ആൾ ഇവിടെ പോയി. അല്ല ഇവിടുത്തെ ആള് ചുണക്കുട്ടൻ എന്നല്ല മാമന്റെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ എന്നാ ചുണക്കുട്ടൻ എന്നാ ആവട്ടെ. ആളിവിടെ ഇല്ലല്ലേ? അല്ല ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉണ്ടായാലും എനിക്കൊരു പേടിയില്ല. പിന്നെ വന്ന കാര്യം അത് മിനി പറഞ്ഞാണ്. ഇവിടെ പെയ്യുന്ന മഴയുടെ വെള്ളം ഈ മതിലിന്റെ വിടവിലൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരെയാണ്. വീട്ടിൽ വരണ മാത്രല്ല അടുക്കള മുറ്റം നിറയെ വെള്ളമാണ്. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ.
ഇവിടെ പെയ്യണ മഴ അവിടെ പെയ്യൂലേ? അപ്പൊ അവിടെ വെള്ളം കെട്ടി കിടക്കൂലേ? ആഹാ, ഇവിടെ നിങ്ങളുടെ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലെ വെള്ളത്തിന്റെ കാര്യം പറയണത്? ഈ വെള്ളം ഏയ്, ഞാൻ ഒരു പോലീസുകാരനാണ്. ഈ വെള്ളത്തിന്റെ കാര്യത്തെ പറ്റി നീ എന്നെ പഠിപ്പിക്കല്ലേ, മനസ്സിലായാ? ചന്ദ്രൻ ചേട്ടാ, നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യമൊക്കെ വല്ല ആ, മതി 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 മതി. ആ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടാ മതി. അയ്യടി, ഇങ്ങോട്ട് വാ ചേട്ടാ, ഇവിടെ നിന്നാ ശരിയാവില്ല. ചില പെണ്ണുങ്ങളുണ്ട് വശീകരിച്ച് അങ്ങ് മയക്കി എടുത്തോളൂ. പോങ്ങട്. പറഞ്ഞിട്ട് പോയത് കേട്ടാ? ഓ കേട്ട് വിട് മണി വിട്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ മതിലിന്റെ ആ വിടവൊക്കെ അടച്ച് അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് കൊടുക്കാം. ഇതൊരു തൊല്ല കേസാണ്. മണിക്കുട്ട മാമനെ വിളിച്ചാലോ? കൊണക്കുട്ടൻ നിന്നെ കയറി പോടി. എന്ത് പറഞ്ഞാലും ഒരു മണിക്കുട്ടൻ. ഉരുളയ്ക്ക് പേര്